ഒന്ന് പുറത്തു പോയിട്ട് തിരിച്ച് വന്ന പാടെ ടിങ് ടിങ് എന്ന് ബെല്ലടിക്കുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞാൻ ജനലിൻ്റെ ഇടയ്ക്കോടെ ഒളിഞ്ഞു നോക്കിയപ്പോഴേ ദാണ്ട നിൽക്കുന്ന കൊറിയറുകാരൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി വാതിലും തുറന്ന് കൊറിയർകാരന് പൈസയും കൊടുത്ത് കിട്ടിയ ബോക്സുമായിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറി. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയത് മാതിരി ഉരുട്ടി ഉരുട്ടി നോക്കിയിട്ട് ഇത് തുറക്കാനുള്ള ശക്തി എനിക്ക് തരണേ എൻ്റെ പൊന്നു തമ്പുരാനെന്നും പറഞ്ഞുകൊണ്ട് കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ടഡ്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ കൂട്ടുകാർ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പറ്റിക്കുന്നത് പോലെ വലിയ ബോക്സിനുള്ളിൽ ഒരു കുഞ്ഞു ബോക്സും ഒരു വലിയ ബില്ലും. 1.5 വർഷമായിട്ട് ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന വരുമാനമൊന്നുമില്ലാത്ത എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ വാങ്ങിക്കുന്ന 3ാമത്തെ ട്രൈപോഡ്. കഴിഞ്ഞ 2 ട്രൈപോഡും ചെറിയ പൈസയുടെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ഈ മൊബൈൽ വെക്കുന്ന ആ ഒരു സുനായുണ്ടല്ലോ അതങ്ങ് ലൂസായി പോകുമായിരുന്നു. ഇതിൻ്റെ വില 1800 രൂപയാണെന്ന് കണ്ടപ്പോഴേ എൻ്റെ കണ്ണ് തള്ളിയെങ്കിലും നിനക്കൊരു നല്ല ട്രൈപോഡ് വാങ്ങിച്ചു കൂടെ എന്ന കെട്ടിയോൻ്റെ ചോദ്യത്തെ മാനിച്ച് ഞാനിത് ഓർഡർ ചെയ്തതാണ്. ഇത് കയ്യിൽ കിട്ടിയപ്പോൾ വലിയ സന്തോഷം തോന്നിയെങ്കിലും കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ത് ചെയ്യണമെന്നറിയില്ല. നമ്മുടെ ചുക്കിൽ തൂക്കണ സാധനമില്ലേ അതങ്ങ് വലിച്ച് നീട്ടണ പോലെ നീട്ടി ഇതിൻ്റെ നീളം അങ്ങ് കൂട്ടി. പക്ഷേ ഇതിൻ്റെ ലൈറ്റ് ഓണാക്കുന്നതും ട്രൈപോഡ് സ്റ്റാൻഡ് എങ്ങനെയാക്കേണ്ടതെന്നും ഒന്നും മനസ്സിലായില്ല. അടുത്ത കുഞ്ഞു പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചു. അതിനകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു. അത് ഫിറ്റ് ചെയ്യണത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. കണ്ണി കണ്ടടുത്തെല്ലാം പിടിച്ച് ഞെക്കി നോക്കി ഒരു ഗുട്ടൻസും പിടികിട്ടിയില്ല. അവസാനം ഞാൻ ഇതിൻ്റെ യൂസർ മാനുവൽ എടുത്ത് തുറന്നു നോക്കി. എന്നെപ്പോലൊരു വിവരദോഷി മറിച്ച് നോക്കാതെ ഒരു സൈഡ് മാത്രം നോക്കിയപ്പോൾ എന്തോ ചൈനക്കാരുടെ ഭാഷ പോലെ തോന്നി. ഇത് പ്രിന്റ് ചെയ്തവരുടെ കുറ്റം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിലെ പടം നോക്കി എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ നോക്കി. ഒരു രക്ഷയില്ല. പിന്നെ അവസാനം വൈകിട്ട് കെട്ടിയോ വന്നു കഴിഞ്ഞപ്പം കെട്ടിയോനെ കൊണ്ട് എല്ലാം ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു. ശരിയായി കിട്ടി കേട്ടോ. ഇനി ഇത് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുമോ ആവോ.